അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിന്നോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കൾ രണ്ടാളും കൂടെ തിരൂർ പോവുകയാണ്. തിരൂർ കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഒരു 5-6 ദിവസമായിട്ട് മോന് കോട്ടയത്തായിരുന്നു, വലിയ മോന്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെയും ഈ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ചെറിയ മോനും വലിയ മോനും കൂടെയാണ് പോകുന്നത്. ചെറിയ മോനെ മലപ്പുറത്ത് നിന്ന് ബസ് കയറ്റി വിടും. പിന്നെ മലപ്പുറത്ത് നിന്ന് കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒന്നിച്ച് ബസ്സിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തും. പിന്നെ ഇവർ സീനിയറൊക്കെ എന്താണ് പിന്നെ അവർ മാഷും എല്ലാവരും കൂടെ കാറിൽ അവിടെ വരെ എത്തുമ്പോഴേക്ക് തിരൂർ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എന്താ തലേന്ന് ഇതുപോലെ എന്താ മക്കൾ രണ്ടാളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ രാത്രി കൂട്ടാനൊക്കെ വെക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ രാത്രി 8:30, 8:45, 9 മണിക്കാകുമ്പോഴേക്കാണ് പിന്നെ എല്ലാം ചൂടോട് കൂടി ഹസ്ബൻഡ് വരുമ്പോഴത്തേനും എല്ലാം കൂടി ചൂടോട് കൂടി ഉണ്ടാക്കാനുള്ള പുറപ്പാട്. അപ്പോൾ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമ്മച്ചി കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കില്ല, ഞാൻ പുറപ്പെടുന്നുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഇതാ മക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്, 2 ഷവായ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമൊക്കെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ബാക്കി വരും. എന്തൊക്കെ രാവിലെ മസാലയൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ തിരിയിൽ തുടങ്ങുന്ന സാധനമില്ല. പിന്നെയും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്നത് ഭയങ്കര കേടല്ലേ. അപ്പോൾ ഒന്നൊക്കെ തന്നെയാണ് ഒരു പാകത്തിനുള്ളത്. എന്തായാലും പിന്നെ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കി തന്നെയായിരുന്നു കേട്ടോ. പിറ്റേന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര അധികമൊന്നും കൊണ്ടുവരുന്നില്ല, ഒരു മിതമായ രീതിയിൽ പാകത്തിന്. പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞ് തലേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ എന്താ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മക്കൾ രണ്ടാളൊക്കെ പോയി കഴിഞ്ഞ് ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എനിക്ക് പാണ്ടിക്കാട് നിന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാണ്ടിക്കാട് നിന്ന് മടങ്ങി വന്നപ്പോൾ വള്ളുവങ്ങാട് ഇതുപോലെ എന്തായിട്ടുണ്ട് കേട്ടോ. ഒരു ഹോൾസെയിലിൻ്റെ കടയുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ചായക്കുള്ള കടിയും കൂടെ വാങ്ങിയിട്ടുണ്ട് പോരും കേട്ടോ. എവിടെ കട ഉണ്ടോ അവിടെ നിർത്തി മോൾ അപ്പം ചാടി ഇറങ്ങും. അപ്പോൾ വേണ്ടൊക്കെ വാങ്ങിയിട്ട് പോരും. ഞങ്ങൾ വാങ്ങിയത് ഹൽവയാണ് കേട്ടോ. ഹൽവയും വാങ്ങി പിന്നെ കുറച്ച് മിഠായി വാങ്ങിയിട്ട് പോകുന്നു. മിഠായി ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ച് പോരുമ്പോഴും വാങ്ങിയിട്ട് ഇനിയിപ്പോൾ വീട്ടിലെത്തിങ്ങാണ്ട് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയാണോ, ആരെങ്കിലും വലിയ മോൻ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും എൻ്റെ കൂടെ ഇറങ്ങും. പിന്നെ അതുപോലെ ഇനി വേറെ ആരെങ്കിലും ഒന്ന് ഷൂ ഇട്ടാൽ മതി, അപ്പം ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് വേഗം എടുത്തിട്ട് മുന്നേക്ക് ഇറങ്ങി നിന്ന് ബൈക്കമ്മലോടെ കയറിയിരിക്കും ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എത്ര മിഠായി കഴിച്ചാലും വേണ്ടാന്ന് അറിയില്ല. പിന്നെ എല്ലാവരും കൂടെ വേണമെന്ന് പോവാം. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോയി വന്നതിന് ശേഷം ഇതുപോലെ തേങ്ങ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതുപോലെ എന്താണ് പിന്നെ ഞാൻ കുറച്ച് ഇളനീര് ഇതുപോലെ ഫ്രിഡ്ജിൽ പൊട്ടിച്ചിട്ട് തേങ്ങ മാറ്റിക്കാതെ ചിരണ്ടി എടുക്കാതെ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട് വെച്ചിട്ട് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ജ്യൂസും കൂടി അടിച്ചു കൊടുക്കട്ടെ. തേങ്ങയെല്ലാം പെറുക്കി കൂട്ടാനുണ്ട്, പെറുക്കി കൂട്ടിയിട്ടില്ല. അപ്പം ഇളനീരിട്ടതൊക്കെ മോന് ഇതുപോലെ വേഗം ഇവിടെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിൽ കൊണ്ട് പാടണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ അപ്പോഴത്തേക്കും ഞാനിത് പാരയിൽ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ചെകിരിയൊക്കെ മാറ്റി. എനിക്ക് മറ്റേ ചിലക്ക് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇളനീന് എന്താണ് കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുക്കുക, എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ വേഗം പാരയിൽ വെച്ചിട്ട് ഇതുപോലെ ചെകിരി മാറ്റുക ചെയ്യുക കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിലവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ലോണം തണുത്തും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇളനീരിൻ്റെ പുഡിങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ കുറച്ച് മുമ്പ്. ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പൊട്ടുന്ന കാണണം. എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൂടി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുക. നമുക്കറിയാലോ ഇളനീർ ജ്യൂസ് ആണെങ്കിൽ നല്ല തരിപ്പുള്ള വെള്ളമാണ്, നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ വൈകുന്നേരം കഴിക്കാൻ പറ്റും. എന്നിട്ട് ഇത് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പൾസ് ചെയ്ത് അടിക്കുമ്പോൾ എന്ത് വേഗം പതഞ്ഞ് പൊങ്ങി വരിക. അപ്പോൾ നല്ലോണം പതഞ്ഞ് പൊങ്ങി വരണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. കാണുമ്പോഴേ അറിയാം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താവുന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഇതിൽ എന്താ സപ്പോർട്ടയും കൂടെ ഉണ്ട് കേട്ടോ. ചിക്കു പിന്നെ ആപ്പിളുണ്ട്, 3 ആപ്പിൾ വാങ്ങിയതുണ്ട്, പിന്നെ കക്കരി ഉണ്ട്. അപ്പോൾ പോയാലും അങ്ങനെയാണ്, കടയിൽ പോയാൽ അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് അങ്ങനെ വാങ്ങി വരും. കുറച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ, കുറച്ച് മതി എന്ന് പറഞ്ഞാലും അത് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേശ്ശെ അങ്ങനെ വാങ്ങി അങ്ങനെ കേസിലേക്ക് നിറയാൻ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല ശർക്കര മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് പഞ്ചാര മിഠായിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്, ആ ഒരു ശർക്കര ഇല്ലാത്തതിനോട്. പിന്നെ തൈരുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ പുട്ടുപൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ തൈരും നമുക്ക് തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, രാവിലെ മോന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കു കൊണ്ടൊന്ന് ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജ്യൂസ് അടിച്ച് കൊടുക്കട്ടെ. മറ്റേത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കി കുടിച്ച് ഉറങ്ങി എണീറ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇത് രാത്രിക്കുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്കിതുപോലെ നല്ല പഴുത്ത, ഇതൊന്നും അധികം പഴുപ്പായിട്ടില്ല കേട്ടോ. കണ്ടോ, മറ്റേത് കണ്ടോ നല്ല ഡാർക്ക് കളറായിട്ടില്ലേ, അത് നല്ല ടേസ്റ്റാണ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഇതിൽ ട്രിക്ക് ചേർക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഹോർലിക്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഹോർലിക്സ് ഒക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്.